എനിക്ക് തീരെ സമയമില്ല. ഒന്നിനും സമയം കിട്ടാറില്ല. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണിത്. ഒരു 10% ആളുകൾ ഈ വാക്കുകളെ അറിഞ്ഞ് മനസ്സിലാക്കി ഉപയോഗിക്കും. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഗുഡ് മാനേജ്മെന്റ്. എന്നാൽ ബാക്കി 90% ആളുകൾക്കും അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരേ സമയം ലാക്ക് ഓഫ് ടൈം ആസ് വെൽ ആസ് അൺപ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യുന്നത്. മൈ നെയിം ഇസ് ഹരികൃഷ്ണൻ ആൻഡ് ലെറ്റ് us ഗെറ്റ് ടു ദ മാറ്റർ. ഈ ലോകത്ത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ് ടൈം. എല്ലാവർക്കും 24 hours മാത്രമാണ് ഒരു ദിവസം കിട്ടുന്നത്, അല്ലേ? Let us see how to fix things into that 24 hours in a way that will attain maximum productivity. Basically, you divide your activities based on its nature into 4 categories. 1. Urgent and important. 2. Not urgent but important. 3. Urgent but not important. And 4. Not urgent and not important. ഈ അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും, ഡെഡ് ലൈൻസ് ആവാം, എക്സാംസ് ആവാം, എമർജൻസീസ് ആവാം, മീനിങ് ഫുൾ അപ്പോയിൻമെൻറ്റ്സ് ആവാം. ബേസിക്കലി ഇത് തീർത്താലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് തീർക്കാൻ നിങ്ങൾക്ക് സമയപരിധിയുണ്ട്. ഇതാണ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്. ഈ നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻറ്റിൽ എന്ത് പെടും? നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ അനിവാര്യമായ എന്നാൽ ഉടനെ ചെയ്തു തീർക്കണം എന്ന് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പ്ലാനിങ്. മറ്റ് പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രിവെൻഷൻ. ക്വാളിറ്റി റിലാക്സേഷൻ ലൈക്ക് ടേക്കിംഗ് എ വെക്കേഷൻ. റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാറ്റഗറിയിൽ പെടും. അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആയാലോ? ചില കോൾസ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, മീറ്റിംഗ്സ് ഇതെല്ലാം നമുക്ക് അർജന്റ് ആണ്, അല്ലേ? എന്നാൽ ഇത് ഒഴിവാക്കി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഒരു ഫ്രണ്ട് വിളിച്ചു, ഉടനെ തിരിച്ചു വിളിക്കുക എന്നത് അർജന്റ് ആയിരിക്കും, പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടുന്നത് ഇസ് എ മേജർ എക്സാമ്പിൾ. നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ സിമ്പിളായ ഒരു കാറ്റഗറിയാണ്. അൺപ്രൊഡക്റ്റീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, ഗോസിപ്പിംഗ്, എക്സസീവ് ഷോപ്പിംഗ് തൊട്ട് നിങ്ങളുടെ ലോജിക്കിനെ കളിയാക്കുന്ന വിധത്തിലുള്ള സിനിമകളും സീരീസുകളും വരെ ഇതിൽപ്പെടും. നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ പിന്നെ എല്ലാം സിമ്പിളാണ്. വാട്ട് എവർ ദാറ്റ് ഇസ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് യു മാനേജ് ഓർ ഡെലിഗേറ്റ്. നിങ്ങൾ സ്വയം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ടോ അത് മാനേജ് ചെയ്യിക്കുക. വാട്ട് എവർ ദാറ്റ് ഇസ് നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും അവിടെ ഉണ്ടാവണം. എൽസ് നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. Whatever that is urgent but not important, avoid that. നിങ്ങൾക്ക് സമയം തീരെയില്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോടില്ല. നിങ്ങൾക്ക് സമയം അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. What is not urgent and not important, you limit as much as you can. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് വി ഓൾ നീഡ് ഡിസ്ട്രാക്ഷൻസ് ഇൻ അവർ ലൈഫ്സ്, അല്ലേ? പക്ഷേ മാക്സിമം ലിമിറ്റ് ചെയ്യുക. ആ ചാർട്ട് എങ്ങനെയുണ്ട്? ഇടുമല്ലോ. ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ടൈം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെങ്ങനെ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യും, എങ്ങനെ നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്യും, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ ഏത് സെക്ടറിലാണ്, നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണ്, അതനുസരിച്ചിരിക്കും എവിടെ കൊണ്ട് നിങ്ങളുടെ ടാസ്കുകളെ ഇടണം എന്നുള്ളത്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നാളെ കൊടുക്കേണ്ട ചില ഡെഡ് ലൈൻസ് ഉണ്ട്, ചില റിപ്പോർട്ട്സ് ഉണ്ട്. ഇതെല്ലാം എവിടെ വരും? അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റിൽ വരും. എന്ത് ചെയ്യണം? മാനേജ് ഓർ ഡെലഗേറ്റ്. എന്നാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ വിളിക്കുവാണ് ഒരു റിലേഷൻഷിപ്പ് പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, എവിടെ വരും? അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റിൽ വരും. എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം, വിട്ട് കളയണം. പക്ഷേ നിങ്ങൾക്ക് സിനിമ കാണണം, ഇതെവിടെ വരും? നോട്ട് അർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റിൽ വരും. എന്ത് ചെയ്യണം? ലിമിറ്റ് ചെയ്യുക, മാക്സിമം ലിമിറ്റ് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ സെക്ടറേ ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊരു ഫിലിം മേക്കറാണ്. ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക എന്ന് പറയുന്നത് എവിടെ വരും? നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റിൽ വരും. നിങ്ങളുടെ ഫോക്കസ് അവിടെ ഉണ്ടാവണം, ബിക്കോസ് ദാറ്റ് ഈസ് യുവർ ലേണിംഗ് മെറ്റീരിയൽ. അങ്ങനെ നിങ്ങളുടെ സെക്ടറിനെ, നിങ്ങളുടെ പ്രയോറിറ്റീസിനെ,
ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എവിടെ കൊണ്ട് കാറ്റഗറൈസ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. സാധാരണ ടൈം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നവർക്കൊരു സ്വഭാവമുണ്ട്, ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. വളരെ നല്ല സ്വഭാവമാണ്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾ ഈ ഒരു ചാർട്ട് കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ടു ഡു ലിസ്റ്റിലുള്ള ആക്ടിവിറ്റീസിനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെയായിട്ടൊന്ന് തരംതിരിച്ച് നോക്കിയേ. പിന്നെ അതെന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരും. മാനേജ്, ഫോക്കസ്, അവോയ്ഡ് ഓർ ലിമിറ്റ്. പെറീറ്റോസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇഫ് യു സ്പെൻഡ് 80% ഓഫ് ദ ടൈം ടു പ്ലാൻ ആൻഡ് പ്രിപ്പയർ, 20% ഓഫ് ദ ടൈം കൊണ്ട് നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി ചെയ്തു തീർക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്യാതെ പ്രിപ്പയർ ചെയ്യാതെ ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങിയാലോ 100% ഓഫ് ദ ടൈം കൊണ്ടും അത് തീർക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ടൈമിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. Please like, share and subscribe this content if you like to see more videos like this. And of course, have a wonderful day ahead. Thank you.